ഇന്നത്തെ റെസിപ്പി നല്ല ചീസി ആയിട്ടുള്ള തിക്കായിട്ടുള്ള മാക്രോണിയുടെ റെസിപ്പിയാണ്. സോ ഫസ്റ്റ് നമ്മൾ വലിയ ഉള്ളിയും ഗാർലിക്കും ബീൻസും ഇതേമാതിരി പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു. അതിനുശേഷം മാക്രോണി 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം മാറ്റി വെക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാന് ചൂടായി കഴിഞ്ഞാൽ നന്നായി ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും ഗാർലിക്കും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഒന്ന് വെന്ത് വരുമ്പം ഈ ബീൻസ് ആഡ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബീൻസും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ നമ്മുടെ എരിവിനനുസരിച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി പൊടി അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടൊമാറ്റോ ഈ മിക്സിയിലിട്ട് അടിച്ചിട്ട് പ്യൂരി ആക്കിയിട്ട് അങ്ങനെയും ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാക്രോണി വെന്ത വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പം ഒരു 1/2 ഗ്ലാസ് മിൽക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ ആഡ് ചെയ്തത് ഫ്രഷ് ക്രീമാണ്, ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അമൂലിൻ്റെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഒരു നമ്മളെടുക്കുന്ന മാക്രോണിക്ക് അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ അമൂലിൻ്റെ ഈ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വരുമ്പം കുറച്ച് 1 ടീസ്പൂണൊക്കെ ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മുടെ മാക്രോണി ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. ഒരു 4-5 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരണം. അതിനുശേഷം ചീസ് ആഡ് ചെയ്യുക കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ സ്പ്രെഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്തത്. ചീസിൻ്റെ ഷീറ്റായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ, അതാണെങ്കിൽ ഒരു 3-4 ചീസിൻ്റെ ഷീറ്റ്സ് അവിടെയും ഇവിടെയും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഈ പറഞ്ഞ പോലെ ബട്ടർ ആഡ് ചെയ്യണേ. ബട്ടറും ക്യൂബായിട്ട് കിട്ടുകയാണെങ്കിൽ അതങ്ങനെ ഡയറക്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ അങ്ങനെ ബട്ടറായിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ സ്പൂണിൽ ആഡ് ചെയ്തത്. സോ ഇതാട്ടോ നമ്മുടെ മാക്രോണിയുടെ ഒരു ഫൈനൽ ലുക്ക്. കണ്ടോ, ഇത് നല്ല തിക്കാണ്, നല്ല ചീസിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. നോർമലി മാക്രോണി ഉണ്ടാക്കണേക്കാളും നമുക്ക് നല്ലൊരു ലുക്കും നല്ല ടേസ്റ്റും കിട്ടും ഇതിന്. അപ്പോൾ ഇതാണ് മാക്രോണിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കൊടുത്ത് നോക്കാം കേട്ടോ. പിസ്സ ഹട്ടിനേക്കാളും നെസ്കഫേക്കാളും